ക്രമസമാധാനം താറുമാറായി പശ്ചിമ ബംഗാളിൽ നിന്ന് കേൾക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി അതൊരു ആരോപണമായി തള്ളിക്കളയാൻ കഴിയാത്ത സാഹചര്യങ്ങളാണ് പലത് നടന്നിട്ടുള്ളത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരം, കൊൽക്കത്തയിൽ ഒരു ട്രെയിനി ഡോക്ടറെ അതിക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നു. ഇതേ സമയം വരെ അതിൻ്റെ പ്രതിയെ പിടികൂടാനോ മറ്റ് നടപടികളിലേക്കോ നീങ്ങാനോ പോലീസിന് ഒരു ഇഞ്ച് കഴിഞ്ഞിട്ടില്ല. ഇതിൽ ക്ഷുഭിതയായിക്കൊണ്ട് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി ആ പെൺകുട്ടിയുടെ വീട് സന്ദർശിച്ചതിന് ശേഷം പറഞ്ഞത് ഇങ്ങനെയാണ്: ഈ ഞായറാഴ്ച വരെ ഞാൻ പോലീസിന് സമയം നൽകുന്നു. അന്വേഷണം ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ ഞായറാഴ്ച എന്നൊരു ദിവസമുണ്ടെങ്കിൽ അത് കഴിഞ്ഞാൽ ഞാൻ ഈ കേസ് CBIക്ക് കൈമാറും എന്നുള്ളതാണ്. ഇതിലെന്താണ് പുതുമ എന്ന് ചോദിച്ചാൽ, എല്ലാ സംസ്ഥാനങ്ങളും പോലീസിനെ കൊണ്ട് കഴിയാത്തത് CBI ഏൽപ്പിക്കാറുണ്ട് എങ്കിൽ പോലും മമതാ ബാനർജി അത് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി നാം ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടതുണ്ട്. കുറച്ച് നാളുകൾക്ക് മുമ്പ് പശ്ചിമ ബംഗാളിലെ പല അഴിമതി കേസുമായി ബന്ധപ്പെട്ട് CBI ഉദ്യോഗസ്ഥന്മാർ അന്വേഷണത്തിൽ എത്തിയപ്പോൾ ആ ഉദ്യോഗസ്ഥന്മാരെ തടയുകയും കൊൽക്കത്തയിലുള്ള CBI ഓഫീസ് വളഞ്ഞു നിന്ന് വലിയ രീതിയിൽ കല്ലേറ് നടത്തുകയും ചെയ്തതിന് നേരിട്ട് വന്ന് നേതൃത്വം കൊടുത്ത മുഖ്യമന്ത്രി കൂടിയാണ് മമതാ ബാനർജി. ആ മുഖ്യമന്ത്രിയാണ് ഇന്ന് പരിതപിക്കുന്നത്. പോലീസിനെ കൊണ്ട് കഴിയുന്നില്ല, ക്രമസമാധാന നിലയുടെ തകർച്ച അവർ പറയാതെ പറയുകയാണ്. ഏതായാലും കേന്ദ്രത്തിനെ വിളിക്കും, CBI തന്നെ ഏൽപ്പിക്കുമെന്ന്. അതായത് കുറച്ച് നാളുകൾക്ക് മുമ്പ് മമതാ ബാനർജി നേതൃത്വം കൊടുത്ത് തൃണമൂലിൻ്റെ വലിയ റാലി പോയി CBIയുടെ ഓഫീസ് വളഞ്ഞു നിന്ന് കല്ലെറിഞ്ഞ് CBI ഉദ്യോഗസ്ഥന്മാരെ ഓടിപ്പിച്ച അതേ മമതാ ബാനർജി ഇപ്പോൾ പറയുന്നു തങ്ങളുടെ പോലീസിനെ കൊണ്ടത് കഴിയുന്നില്ല, അതുകൊണ്ട് താങ്കൾ CBI വിളിക്കുകയാണ് എന്ന്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.